ഹായ്. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ആരാണെന്നല്ലേ? അവൻ സ്വയം എന്നോട് അവനെ വിശേഷിപ്പിച്ചത് അതിജീവിതൻ എന്നാണ്. ഈ നാട്ടിലാണെങ്കിൽ അതിജീവിതകളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പോഴാണ് അവന് എന്നോട് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു സ്വന്തം ചേച്ചിയോട് എന്നതുപോലെ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇൻട്രോ തന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളെ ഞാൻ കണ്ടിരുന്നു, അവളെ ഞാൻ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ചിലരൊക്കെ ന്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് BGM ഒക്കെ പ്രത്യേക BGM ഒക്കെ ഇട്ട് വലിയ ആഡംബരമായിട്ട് സ്വകാര്യമായി കണ്ടൊരു കാഴ്ചയെ ആഘോഷിച്ചവരാണ് ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ. ആ ആഘോഷം മാത്രമല്ല, ആ ആഘോഷം ഇപ്പോഴും തുടരുന്നുണ്ട്. ചില സ്ക്രീൻഷോട്ടുകളെല്ലാം പുറത്തു വിട്ടിട്ട് ഇര എന്നവകാശപ്പെടുന്നവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ അവർ ഹനിക്കുന്നതാണ്. കോടതിയുടെ പരിഗണനയിലുള്ളതിന്റെ പല തെളിവുകളും പുറത്തുവിടുന്നു. പക്ഷെ അത് അവർ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇൻട്രോയിലൂടെ തുടങ്ങിയത്. അപ്പോൾ അയാൾ എന്നോട് സംസാരിച്ചതെല്ലാം അയാളുടെ ഭാര്യയെക്കുറിച്ചാണ്. ഇപ്പോഴും അയാളുടെ ഭാര്യയായിരിക്കുന്ന അതിജീവിതയെന്ന് പലരും വിളിക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീയെ എനിക്ക് അറിയാമെങ്കിൽ പോലും എനിക്ക് നേരിട്ട് അറിയില്ല. ഈ വ്യക്തി, അവളുടെ ഭർത്താവായ ഈ പയ്യനെയും എനിക്ക് അറിയാം എന്നുള്ളൂ. കൂടുതലായിട്ടല്ല, എന്നാലും കുറച്ച് സംസാരിച്ചിട്ടുണ്ട് മുന്നേ. അതുകൊണ്ട് അവൻ പറഞ്ഞത് ആ സ്ത്രീ ഒരു പീഡന പരാതിയുമായി വരുമ്പോൾ അവരുടെ പല വോയിസ് റെക്കോർഡുകളും പുറത്തു വരുന്നു. ആദ്യം അവർ പറയുന്നത് അവരുടെ അനുവാദമില്ലാതെയാണ് ആരോ ആ വോയിസ് റെക്കോർഡുകൾ പുറത്തുവിട്ടത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും കരുതിയിരുന്നത് അവൾ എത്ര നിഷ്കളങ്കയാണ് എന്നാണ്. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ പ്രൊഫൈലിൽ ഇവരുടെ വിവാഹ ഫോട്ടോ ഉണ്ട് എന്ന് ആ മാധ്യമ പ്രവർത്തക പരസ്യമായി വിളിച്ചു പോയി. അപ്പോ എല്ലാവരും ഓടിപ്പോയി അത് കാണാൻ ഇടയാവുകയും അയാൾക്കെതിരെ നിയമ നടപടി വരുമെന്നും എല്ലാം അയാൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മാധ്യമ പ്രവർത്തക അവളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അവർക്ക് എന്തും പുറത്തു വിടാം. ഇവർക്ക് ഇനി പ്രൊഫഷണൽ ജലസിയാണോ ആ പെൺകുട്ടിയോടുണ്ടായിരുന്നത്? ആ പെൺകുട്ടി വളരെ നന്നായി ആങ്കറിംഗ് ഒക്കെ ചെയ്ത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ അപ്പോൾ ഈ വ്യക്തി പറയുന്നത്, അവൾ പറഞ്ഞത് 4 ദിവസം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ പയ്യന് എന്നെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അവര് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ അതിനുള്ള ഒരു ഹെൽപ്പൊന്നും ആ പയ്യനില്ല. യഥാർത്ഥത്തിൽ അവൻ ആകെ തകർന്നു പോയി. അപ്പൊ ഇത് പറയുമ്പോഴാണ് പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുന്നേ വരെ അവർ ഒന്നിച്ച് ഉണ്ടായിരുന്നു, ഒന്നിച്ച് യാത്രകൾ പോയിരുന്നു, അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും അവൻ ചിത്രങ്ങൾ സഹിതം അവരെടുത്ത ചിത്രങ്ങൾ, അവൾ വളരെ ഹാപ്പിയായി അവനോടൊപ്പം ചേർന്ന്, ഒരു ഭർത്താവിനോട് എത്രത്തോളം ചേർന്നിരിക്കാമോ അത്രത്തോളം ചേർന്നിരുന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം അയാൾ എന്നെ കാണിച്ചു. അപ്പൊ അവൻ പറയുന്നത്, ഈ പറയുന്നതെല്ലാം വെറും പച്ചക്കള്ളമാണ്. എന്തിന്റെ പേരിലായാലും പറയുന്നത് പച്ചക്കള്ളം. അതായത് ഇതൊരിക്കലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ അയാൾ ചെയ്ത പ്രവൃത്തിയെ, അയാൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെ സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാർക്കെതിരായി ഉപയോഗിക്കുന്നത്? ഇതിനിടയിൽ പെട്ടുപോയ ഒരു പുരുഷനാണ് അയാൾ. ഇപ്പൊ പുരുഷ കമ്മീഷൻ വേണമെന്ന് ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും സത്യം പറയാലോ, പുരുഷ കമ്മീഷൻ എന്നൊരു സാധനം കൂടി ഇവിടെ വേണം. യഥാർത്ഥത്തിൽ ഒരുപാട് പുരുഷന്മാരാണ് ഈ പല സ്ത്രീകളുടെയും ഈ മോശമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായ നിരവധി പുരുഷന്മാരാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്. ഈ കഴിഞ്ഞ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാൻ ഒരു സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ ഒരു രണ്ടാം വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മാട്രിമോണിയിൽ കൊടുത്തപ്പോൾ കുറച്ചധികം ആൾക്കാരുമായി സംസാരിക്കാനിടയായി. അപ്പോ പല പുരുഷന്മാരും കോവിഡിന് മുന്നേ എല്ലാം വിദേശങ്ങളിൽ പോയി, അവരുടെ നല്ല കാലം മുഴുവൻ വിദേശങ്ങളിൽ പോയി കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് കുടുംബത്തെ സംരക്ഷിച്ചവർ കോവിഡ് കാലത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാര്യയിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണ്. കാശില്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നവനോട് ഉള്ള ഒരു പുച്ഛം, അതായത് കാശില്ലാതായി കഴിഞ്ഞ ആ പുരുഷനെ ഈ സ്ത്രീകൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവർ നേരത്തെ ഇവർക്ക് കൊടുത്ത പൈസയൊന്നും ഒരു വിലയും ഇല്ലാതെ അവർ എന്നിട്ട് ഡിവോഴ്സ് വാങ്ങി പോകുമ്പോൾ ജീവനാംശം എന്ന പേരിൽ ഈ പുരുഷന്മാരുടെ സ്വത്ത് വലിയ രീതിയിൽ തന്നെ ഈ സ്ത്രീകൾ അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്ന് തന്നെ. ഇപ്പൊ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ആവശ്യപ്പെടുമ്പോൾ ഇവരെന്തിനാണെങ്കിൽ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇവർക്കും കൂടെ ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൂടെ? ഒരു കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്വമാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്ത് കാര്യങ്ങൾ നോക്കണ്ടേ? പക്ഷേ ഈ എലിമണി വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ആ പുരുഷന്റെ അടപടലം പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് പല സ്ത്രീകളും ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നത്.
അപ്പൊ പറയുമ്പോൾ ഞാൻ ആരുടെടുത്തൊന്നും അങ്ങനെ കോമ്പൻസേഷൻ ഒന്നും വാങ്ങിയിട്ടല്ല സിംഗിൾ പാരന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അധ്വാനിച്ച് തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കിയത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമെല്ലാം ശരിക്കും റിയൽ ആയിട്ടുള്ള ആവശ്യം തന്നെയാണ്. ഒരുപാട് സഫർ ചെയ്യുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നല്ല, ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്ന വ്യക്തിയിലേക്ക് വരാം. അപ്പോ ആ പെൺകുട്ടി വലിയ രീതിയിൽ ഈ അവൾക്ക് എന്ത് നേട്ടമാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത് എന്ന് അറിയില്ല. അത് വളരെ സംശയമായ ഒരു കാര്യമാണ്. എന്തിന്റെ പേരിലാണ് ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന്. ട്രോമാറ്റിക്കായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതിലൊന്നും അത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഭാവിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആയിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കളികൾ പോലും ആ സ്ത്രീ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ യുവാവ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോ ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ അയാളുടെ ഫാൻ ബേസിൽ ഉണ്ടാവും. ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ അതിജീവിതയോടൊപ്പം എന്ന് പറയാൻ, അതിജീവിതയോടൊപ്പം എന്നല്ല പറയേണ്ടത്, അതിജീവിതനോ അതിജീവിതയോ ആരോ ആയിക്കൊള്ളട്ടെ, നീതിക്കൊപ്പം എന്ന് പറയാനാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. കാരണം ഓരോ സ്ത്രീകളും നമുക്ക് മുന്നിലിരുന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അതിജീവിതയ്ക്കൊപ്പം എന്നൊന്നും പറയണ്ട, നീതിക്കൊപ്പം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോ പറഞ്ഞു വന്നത്, ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനൊത്ത് ഒന്നിച്ചുള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഡേറ്റ് സഹിതം, ഇപ്പോഴത്തെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഡേറ്റ് സഹിതം വരാറുണ്ടല്ലോ, ആ ഡേറ്റ് സഹിതം അയാൾ എന്നെ കാണിച്ചു. അവർ വളരെ സന്തോഷത്തോടെ 4 ദിവസമല്ല അവർ ഒന്നിച്ചുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഈ ഭർത്താവിനോട് തന്നെ അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ അങ്ങനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീ അത് തിരുത്തി വരിക, നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ, അല്ല നിനക്ക് പോകണമെങ്കിൽ നമുക്ക് ഡൈവേഴ്സ്. ഇതുവരെ അവൾ ഡൈവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് അവളുടെ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അവളുടെ ഭർത്താവ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോടൊപ്പം ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ക്ഷമിച്ച്, അവൾക്കൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ അത് ക്ഷമിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ല പോകണമെങ്കിൽ മ്യൂച്വൽ ഡൈവേഴ്സ് ചെയ്യാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇവൾ എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ആലോചിക്കാനുണ്ട്, ഒരാഴ്ച സമയം തരൂ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇനി ഒരു 2 ആഴ്ച സമയം തരൂ. എന്തായിരുന്നു അവിടെ പ്ലാനിങ്? ഈ ആലോചിക്കാൻ എന്താ, വേറൊരാളെ അവൾക്ക് ഇഷ്ടമാണ്, അപ്പൊ ഭർത്താവ് പറയുന്നു എന്നാൽ നീ ഡൈവേഴ്സ് വാങ്ങി പൊക്കോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവൾക്ക് ആലോചിക്കാൻ സമയം ചോദിക്കുകയാണ്. അപ്പോൾ അത് എന്താ ആലോചിക്കാനുള്ള സമയമായിരുന്നു, എന്തിനുള്ള തിരക്കഥയാണ് അവർ തയ്യാറാക്കിയത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ മലയാളികൾ പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പുറകെ പോയി അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അയാൾക്കുമുണ്ട് അയാളുടേതായുള്ള ഇമേജും ബുദ്ധിമുട്ടുകളും എല്ലാം. അയാളുടെ വീട്ടിലും അയാൾക്ക് അമ്മയുണ്ട്, കുടുംബമുണ്ട്, അവിടെയും അയാൾക്ക് ബന്ധുക്കളുണ്ട്, അവരെ ഫേസ് ചെയ്യേണ്ടി വരും. സ്വന്തം ഭാര്യയുടെ കഥയാണ് നാട്ടുകാർ മുഴുവൻ മുത്തുച്ചിപ്പി വായിക്കുന്നത് പോലെ വായിച്ച് ആസ്വദിക്കുന്നത്. ചാനലുകളിൽ മുഴുവൻ അവളുടെ ഓഡിയോ കേൾക്കുകയാണ് ആൾക്കാര്. ശരിക്കും പറഞ്ഞ ഈ ഒരു ഭർത്താവിന്റെ കൂടെ അയാളെ ഒഴിവാക്കാതെ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാവുന്നത് തന്നെ ഒന്നാമത്തെ തെറ്റ് തന്നെയാണ് എന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ചൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല എന്നും ഞാൻ കരുതുന്നു. കാരണം ശരി, ഒരാളിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എങ്കിൽ അത് അവിടെ സ്റ്റോപ്പ്. ഇവിടെ നിയമമില്ലേ, നിയമസഹായം തേടാലോ. മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു അവൻ കഞ്ഞി, ഭർത്താവിനെ പറയുന്നതാണ് കഞ്ഞി, ഭർത്താവ് കഞ്ഞിയാണ്, ആ കഞ്ഞിയുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ കുഞ്ഞിനെ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കഞ്ഞിയാണെന്ന് ഒരുത്തനെ തോന്നിയാൽ അയാളെ ഡൈവേഴ്സ് ചെയ്ത് മാറ്റിയിട്ട് ആരുടെ കുഞ്ഞിനെയാണോ, ഇപ്പം കല്യാണം കഴിക്കണമെന്നില്ലല്ലോ, ഇപ്പോൾ രാഹുലിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ രാഹുലിന്റെ കുഞ്ഞിനെ അവർക്ക് സ്വീകരിക്കാം, എന്നിട്ട് അന്തസ്സായി പണിയെടുത്ത് ജീവിച്ചുകൂടെ? അതിന് പകരം ഒരുത്തന്റെ കൂടെ ജീവിക്കുകയും അവനിൽ നിന്നുള്ള മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം അനുഭവിച്ചുകൊണ്ട് അവനെ മറ്റൊരുത്തനോട് കഞ്ഞി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? സ്വന്തം ഭർത്താവിനെ കഞ്ഞി എന്ന് വേറൊരുത്തനോട് പറയുന്ന അവളെ ഒരു ഭാര്യ എന്ന് വിളിക്കാൻ കഴിയുമോ? നാളെ വേറൊരുത്തനെ കാണുമ്പോൾ ഇവനെയും കഞ്ഞി എന്നല്ലേ അവൾ വിളിക്കുള്ളൂ എന്ന് കൂടാ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ്. പലരും കുടുംബമുള്ള ചില പുരുഷന്മാർ സൈഡിലോട്ടൊരു കാമുകി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട്. അവർക്ക് അവരാഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവരുടെ കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അവർ ധൈര്യത്തോടെ ആ ബന്ധം അവസാനിപ്പിക്കണം. മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? അവരോട് പറയുക, എനിക്ക് ഈ ബന്ധം, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അതെനിക്ക് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ മ്യൂച്വലായിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് പകരം ഇതിനെ അവിടെ വെച്ചിട്ട് മറ്റേ രഹസ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ മറ്റുള്ളവർക്ക്, അതായത് ആ അവരുടെ പാർട്ട്നേഴ്സിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വാർത്ഥ മോഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മറ്റു പുരുഷന്റെയും മറ്റു സ്ത്രീകളുടെയും പുറകെ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇനിയെങ്കിലും നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സ്ത്രീ വന്നിരുന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗിക വൈകൃതമാണ് എന്ന്. അവരെന്തർത്ഥത്തിലാ പറഞ്ഞത്? അവരനുഭവിച്ചിട്ടുണ്ടോ? വേറൊരു റിനി ജോർജ് വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടെന്ന്. ഇതിന്റെ എല്ലാം പിന്തുടർച്ചയാണ് ഇപ്പൊ വന്ന ഈ പരാതികളും ഇതെല്ലാം. അതിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കണം. അപ്പോ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്ന പുരുഷന്മാർ അപ്പുറ സൈഡിലുണ്ട്. അവർക്കും എന്തായാലും അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമല്ലോ ഈ പറയുന്ന പരാതി പറയുന്ന അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ചാറ്റൊക്കെ പുറത്തു പോയ സ്ത്രീകളുടെ ഭർത്താവ് ഞാനാണ് എന്ന് അവരോട് അടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോ എന്താ ചെയ്യേണ്ടത്? ആ പുരുഷന്മാരുടെ അവകാശം, അവർക്ക് മാന്യമായി ജീവിക്കാൻ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അത് നിഷേധിക്കാനുള്ള ഈ റൈറ്റ് ഈ കല്യാണം കഴിച്ചു പോയി എന്നതുകൊണ്ട് ഈ ഭാര്യമാർക്കുണ്ടോ? അവന്മാരെ എങ്ങനെ കഞ്ഞി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അവന്മാരോട് പെരുമാറുന്നതും അതേ രീതിയിലാണ്. അവന്മാർ എന്തെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി ഇവിടെ ആർക്കും ചർച്ച ചെയ്യില്ല. അവരെയാണ് യഥാർത്ഥത്തിൽ അതിജീവിതന്മാരെന്ന് വിളിക്കേണ്ടത്. ഇപ്പോ അവരെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. കാരണം എന്റെ മുന്നിലിരുന്ന് ആ യുവാവ് കരയുകയായിരുന്നു. അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, ഈ കഴിഞ്ഞ നാളുകളിലൂടെ അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ. തുടക്കത്തിൽ അവന് രാഹുലിനെ മാത്രമേ കുറ്റം പറയാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം അവന്റെ കുടുംബം നശിപ്പിച്ചത് രാഹുൽ വന്ന് കയറിയിട്ടാണ് എന്നുള്ളത്. പൊതുവെ ഒരു മാന്യതയുടെ പേരിലാണ് അവൻ അവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഓരോ നടപടികൾ, അവൻ സത്യങ്ങൾ ആരോടെങ്കിലും അവന് തുറന്നു പറയുന്നു. പക്ഷെ ഇതെനിക്ക് പബ്ലിക്കിൽ പറയണമെന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇത് പുറത്തു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്തായാലും ക്യാമറയുടെ മുന്നിൽ വന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളി വേഷം കെട്ടാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ വരുന്നില്ല. ഞാൻ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു. ആൾക്കാരറിയണോ ക്ഷമിക്കണം, ആൾക്കാർക്ക് അറിയണമല്ലോ എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിജീവിത, മറ്റവൻ ഞരമ്പ് രോഗി, അവൻ ലൈംഗിക വൈകൃതമുള്ളവൻ, ഈ ചർച്ചയാണ് കൊഴുക്കുന്നത്. ആൾക്കാർക്ക് കേൾക്കാനും ഇഷ്ടമുള്ളത് അതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ എരിഞ്ഞു തീരുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട്. ഇപ്പൊ 3 സ്ത്രീകളുടെ പരാതി വന്നു. അപ്പൊ ആ 3 സ്ത്രീകളുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് എന്താ ആരും ചിന്തിക്കാത്ത? ആ പുരുഷന്മാർക്ക് ഇവിടെ നീതി ലഭിക്കണ്ടേ? അവർക്കും ലഭിക്കണം നീതി. ഇവരെല്ലാം പച്ചയ്ക്ക് മലയാളത്തിൽ പറഞ്ഞ കുത്തിക്കഴപ്പ് കയറിയിട്ട് പോയി ചാടിക്കൊടുത്തത് തന്നെയാണെന്ന് വേണം പറയാൻ. അപ്പൊ എന്നിട്ട് അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കേണ്ടത് ഈ ഇതൊന്നും അറിയാതെ അവരുടെ കാര്യം നോക്കി നടന്ന ഈ പാവം പുരുഷന്മാരാണോ? ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ.